ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അടുത്ത മാസം റിലീസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ മൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സംഭവം നോക്കുകയാണെങ്കിൽ കൽക്കി 2898 AD എന്നുള്ള ഒരു മൂവിയുടെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിൻ്റെ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അതായത് ഈ ഒരു മൂവി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു ഫസ്റ്റ് സൈഫൈ മൂവി എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. അതായത് ബിഗ് ബഡ്ജറ്റിലുള്ളൊരു സൈഫൈ മൂവി. അതായത് നമ്മുടെ മാർവൽ, DC, സ്റ്റാർ വാർസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം സ്റ്റാർ വാർസിന് സിമിലർ ആയിട്ടുള്ളൊരു ഫ്രാഞ്ചൈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു ഇന്ത്യൻ മൂവി ഫ്രാഞ്ചൈസിയാണ് നമ്മുടെ ഒരു കൽക്കി എന്ന് പറയുന്ന ഈ ഒരു മൂവി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫസ്റ്റ് പടത്തിന് ശേഷം എക്സ്ട്രാ 2 പടം കൂടെ വരും. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു പടത്തിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള സാൻഡിയാഗോ കോമിക്കോണിലൊക്കെ വെച്ചിട്ടാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്രത്തോളം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ട് തന്നെയാണ് ഇവർ വരാൻ പോകുന്നത്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ടാണ് ഈ ഒരു പടം ഇറക്കുന്നതെന്നാണ് നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള റൂമേഴ്സ്, അപ്ഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ വന്നിട്ടുണ്ട്. ഈ ഒരു ടീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പടത്തിനകത്ത് ഒരു ക്യാരക്ടറായിട്ട് വരുന്ന നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ആ ഒരു ക്യാരക്ടർ റിവ്യൂലാണ് ഈ ഒരു ടീസറിൽ കൂടെ അവർ നടത്തിയിട്ടുള്ളത്. മുന്നേ ഒരു ഗ്ലിംസ് പോലത്തെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വർക്കും CG ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ടീസർ ട്രെയിലർ പോലത്തെ ഒരു സംഭവം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ അവർ ഒഫീഷ്യലി വിട്ടിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ടീസറിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങോട്ട് തന്നെ സമയം കളയാതെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്കറിയാം ഈ ഒരു പടത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ കൽക്കി എന്നുള്ള ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു മൂവി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കൽക്കി എന്നുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മഹാഭാരതം അങ്ങനെയുള്ള ആ ഒരു ഹിന്ദു മിത്തോളജിയിലുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ കൽക്കി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മിത്തോളജി പ്രകാരം നമ്മുടെ ഈ ഒരു ലോകത്ത് 4 യുഗങ്ങളുണ്ട്. അതിനകത്ത് 4ാമത്തെ യുഗമായിട്ടുള്ള കലിയുഗത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കൽക്കി എന്നുള്ള ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു നമ്മുടെ മിത്തോളജിയിൽ സംഭവിക്കുന്നത്. അതായത് ലോകാവസാനം അടുത്ത് വരുന്ന സമയത്ത് കൽക്കി എന്നുള്ളൊരു വിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരം പിറവിയെടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഒരു മിത്തോളജിയിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു പടത്തിനകത്തോട്ട് വരുമ്പം അത് ഇച്ചിരി ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൈഫൈ മൂവിയായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പം കലിയുഗം എന്നുള്ളൊരു സംഭവം വർഷങ്ങൾക്ക് ശേഷം, അതായത് 2898 AD എന്നുള്ള ആ ഒരു വർഷത്തിൽ നടക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് ഈ ഒരു സ്റ്റോറി അവർ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പടത്തിനകത്ത് തന്നെ വരുന്ന മറ്റൊരു ക്യാരക്ടറാണ് ഈ നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ അശ്വത്ഥാമ എന്നുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ജസ്റ്റ് ഒരു ടീസിങ് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു മിത്തോളജിയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി അനുസരിച്ചിട്ട് നമ്മുടെ മഹാഭാരതം എന്നുള്ള ആ രീതിയിലുള്ള ആ ഒരു സ്റ്റോറി ലൈനകത്ത് പാണ്ഡവരും അതേപോലെ തന്നെ കൗരവരും എന്നൊക്കെ കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇവരെ രണ്ടുപേരുടെയൊക്കെ ഒരു മാസ്റ്ററായിട്ടുള്ള ദ്രോണർ എന്നുള്ള ഒരു ക്യാരക്ടറിൻ്റെ മകനാണ് നമ്മുടെ ഈ ഒരു അശ്വത്ഥാമ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടറിന് ആ ഒരു സ്റ്റോറി ലൈനൊക്കെ അറിയാവുന്നവർക്ക് അറിയായിരിക്കും, പക്ഷേ എനിക്ക് ആ ഒരു ഡീറ്റെയിൽ സ്റ്റോറിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം നമ്മുടെ ഈ ഒരു അശ്വത്ഥാമ എന്നുള്ള ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു മിത്തോളജിക്കൽ സ്റ്റോറിയിലേക്കത്തോട്ട് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ശ്രീകൃഷ്ണൻ ഈ ഒരു ക്യാരക്ടറിനെ ശപിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു ശപിക്കുന്നതിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ ഈ ഒരു ക്യാരക്ടറിന് ഇമ്മോർട്ടാലിറ്റി, അല്ലെങ്കിൽ അതായത് മരണം ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് ആ ഒരു ശാപത്തിൽ കൂടെ ഇങ്ങനൊരു എബിലിറ്റി ഈ ഒരു ക്യാരക്ടറിന് കിട്ടിയതായിട്ട് ഈ ഒരു മിത്തോളജീസിനകത്തെല്ലാം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ജന്മന തന്നെ നെറ്റിയിൽ എന്തോ ഒരു തരം ഒരു ക്രിസ്റ്റൽ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പവേഴ്സ് എന്തുവാണ്, അതിൻ്റെ എബിലിറ്റീസ് എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് വീഡിയോ കൂടെ പറഞ്ഞേക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിസ്റ്റൽ നമ്മുടെ ശ്രീകൃഷ്ണൻ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ നെറ്റിന്നത് ചൂടുന്നെടുത്തിട്ടുണ്ടെന്നാണ് ഈ ഒരു മിത്തോളജീസിനകത്ത് പറയുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യാരക്ടർ, അതായത് അശ്വത്ഥാമ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ ഈ ഒരു മഹാഭാരതം സ്റ്റോറി ലൈനകത്ത് എന്തോ തരം വലിയൊരു പാപം അല്ലെങ്കിൽ ഒരു ക്രൂര സംഭവം ഈ ഒരു ക്യാരക്ടർ ഈ ഒരു സ്റ്റോറി ലൈനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത നമ്മുടെ ഗോഡായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഈ ഒരു നെറ്റിയിലുള്ള ഈ ഒരു ക്രിസ്റ്റൽ വേണമെന്ന് പറയുകയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ സ്വന്തമായിട്ട് ഈ ഒരു ക്രിസ്റ്റൽ സ്വന്തം നെറ്റിൽ നിന്ന് ഇത് പറിച്ചെടുത്ത് കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിക്കകത്ത് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പാർട്ടായിട്ട്, അതായത് ഇതിൻ്റെ ശിക്ഷയായിട്ടാണ് നമ്മുടെ ഇമ്മോർട്ടാലിറ്റി എന്നുള്ളൊരു പവർ കൊടുത്തതെങ്കിലും, പക്ഷേ ഈ ദേഹത്തുള്ള ഈ വ്രണങ്ങൾ, അതായത് ഈ നെറ്റിൽ നിന്ന് ദൂരെടുത്ത് കൊടുത്തതിൻ്റെ ആ ഒരു മുറിവും കാര്യങ്ങളും, അതേപോലെ തന്നെ ദേഹം മൊത്തം കുഷ്ഠരോഗം പോലത്തുള്ള വലിയ വലിയ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ശാപത്തിൻ്റെ കാരണം കൊണ്ട് മാത്രമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു മുറിവും കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണങ്ങത്തില്ല. അതായത് എത്ര കാലം ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നു അപ്പോഴെല്ലാം ഈ ഒരു മുറിവ് ഉണങ്ങാതെ തന്നെ ഈ ഒരു ബോഡിയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടറിന് മരണമില്ലാത്തത് കൊണ്ട് അതായത് ദേഹം മൊത്തമുള്ള ഈ ഒരു മുറിവ് എത്ര കാലം ഈ ഒരു ഭൂമിയിലുണ്ടാകും അത്രയും കാലം ദേഹത്ത് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്യാരക്ടറിൻ്റെ ഈ ഒരു പ്രത്യേകത ഈ ഒരു പടത്തിനകത്ത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു
സ്റ്റോറി പ്രകാരം നമ്മുടെ ഈ ഒരു കലിയുഗത്തിൽ നമ്മുടെ കൽക്കി അവതാരം എടുക്കുന്ന സമയത്ത്, അതായത് മഹാവിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരം ജനിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു അശ്വത്ഥാമ എന്നുള്ള ക്യാരക്ടർ പുറം ലോകത്തോട്ട് അവതരിക്കുക, അല്ലെങ്കിൽ പുറം ലോകത്തോട്ട് ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി വരാൻ പോകുന്നത്. അപ്പോൾ അത്രയും കാലം എവിടെയോ തപസ്സിരിക്കുകയും അതേപോലെ തന്നെ മറ്റാൾക്കാരുടെ കണ്ണിൽ പെടാതെ ഈ ഒരു ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മുടെ മിത്തോളജി പറയുന്നത്. അപ്പം ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കൽക്കി 2898 AD എന്നുള്ള ഈ ഒരു പടത്തിനകത്തൂടെ അവർ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ വന്ന ടീസറിനകത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ആ ഒരു പുറത്തുള്ള ആ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്, അതായത് ആ ഒരു അവതാരം പിറവി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്ത് വരാൻ പോവുകയാണെന്നുള്ള രീതിയിലുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ക്യാരക്ടർ ജനിച്ച് ആ ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ പ്രഭാസ് അഭിനയിക്കുന്ന കൽക്കി എന്നുള്ള ആ ഒരു ക്യാരക്ടർ. അപ്പോൾ എന്തായാലും നമ്മുടെ മിത്തോളജി നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പണ്ടത്തെ രാജാക്കന്മാർ അങ്ങനെ ആ ഒരു സ്റ്റൈലാണ് നമ്മൾക്ക് ആ ഒരു സ്റ്റോറിക്കകത്തെല്ലാം കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തോട്ട് വരുമ്പോൾ നല്ല ഫ്യൂച്ചറിസ്റ്റിക്കിൽ, അതായത് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ നടക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ കലിയുഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ നടക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ടെക്നോളജി കാര്യങ്ങൾ, റോബോട്ട്സ്, അങ്ങനെയുള്ള കുറേ സൈഫൈ എലമെൻറ്റും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഈ ഒരു പടത്തിനകത്ത് അവർ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും പുതിയ പുതിയ ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഒരു ഫ്യൂച്ചറിൽ തന്നെ, അതായത് ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല, ഉടനെ തന്നെ അവർ ഇടാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. അതേപോലെ എൻ്റെ ഒരു ട്രെയിലർ ഉടനെ വരാനുള്ള ഒരു സമയം എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒറിജിനൽ റിലീസ് ഡേറ്റ് മെയ് 10 പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്ന രീതിയിലൊരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫോറിൻ കൺട്രീസിൽ ഇപ്പം നമ്മുടെ മാർവൽ, DC, സ്റ്റാർ വാർസ് ഇതുപോലുള്ള വലിയ വലിയ ഫ്രാഞ്ചൈസികൾ ഉള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഇതേപോലുള്ളൊരു വലിയൊരു ഫ്രാഞ്ചൈസിയുള്ള ഒരു സ്കോപ്പ് തന്നെയാണ് ഈ ഒരു പടത്തിനകത്തോടെ അവർ കൊണ്ടുവരാനും പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് എക്സ്പാൻഡ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതേപോലുള്ള ഈ ഒരു മൂവി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.